സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന് പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ഇതളുവാടിയ പൂവിലാകുന്നു കായ്കൾ ഉരുകിയൂറിയ തിരിയിലേയുള്ളു നാളം ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും കരുണയേറിയ കാൽവരി കുന്നിലൂറും സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന് പൂർവഗാമികൾ ചോരനീരായി തന്നതിൻ സുഹൃതം സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും
കേരള ക്രിസ്തീയ ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ ഫാദർ തോമസ് മണ്ണൂർ എന്ന നാമം വിളക്കിച്ചേർക്കപ്പെടുമ്പോൾ ഉലയിൽ ഊതിക്കാച്ചിയെടുത്ത കാരിരുമ്പിൻ്റെ കരുത്തായി സഭയുടെ താങ്ങാകുന്നു മണ്ണൂരച്ചൻ. ദാരിദ്ര്യവും സഹനവും ഇച്ഛാശക്തിയും കൊണ്ട് കെട്ടിപ്പടുത്ത ഗോപുരങ്ങളിൽ ആത്മീയതയെ ആവാഹിച്ച് യേശുവിനെ കുടിയിരുത്തി മുന്നേറിയ അതികായൻ. സ്നേഹവും സഹനവും പ്രാർത്ഥനയും ക്രിസ്തീയതയുടെ മുഖമുദ്രയെന്ന് തൻ്റെ പന്ഥാവുകളിലെ പാദമുദ്രകളിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത് മണ്ണൂരച്ചൻ കാലത്തിന് മുന്നേ നടക്കുന്നു. പുറപ്പാടിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന പ്രയാണനാളുകൾ. കൂട്ടമായി പ്രവാസത്തിലേർപ്പെട്ട ഒരു ജനതയെ നയിക്കാൻ അന്ന് മോശയുണ്ടായിരുന്നു. തേനും പാലും സ്വപ്നം കണ്ടിറങ്ങിയ ഒരു ജനതയെ ഫറവോന്റെ കുടില തന്ത്രങ്ങളിൽ പെടുത്താതെ ദൈവം കാത്തു പരിപാലിച്ചു. മന്നയായും നീരുറവയായും ചെങ്കടൽ പകുത്തും അത്ഭുതങ്ങൾ കാണിച്ച് ദൈവം അവർക്ക് മുന്നേ ശത്രുവിന് പ്രതിരോധം തീർത്തു. അത് പുറപ്പാടിന്റെ പഴയ കാലം. 1966 തലചായ്ക്കാൻ മണ്ണിനിടം തേടി പുറപ്പെട്ട ഒരു ജനത ഷിമോഗ എന്ന കർണാടക ഗ്രാമത്തിന്റെ വനാതിർത്തികളിൽ കൂരകൾ കെട്ടി പാർപ്പിടമൊരുക്കി. മണ്ണിനെ കിളച്ചുമറിച്ച് ജീവിത ചാലുകൾ തീർത്ത് അവർ പറിച്ചു നടപ്പെട്ട ജീവിതത്തെ മുളപ്പിച്ചു. കഷ്ടപ്പാടിൻ്റെയും ദുരിതപൂർണ ജീവിതത്തിൻ്റെയും 5 വർഷം. ഊട്ടിയുടെ നഗരപ്രാന്തത്തിൽ തൻ്റെ നിയോഗത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ മണ്ണൂരച്ചൻ നിതാന്ത ജാഗ്രതയോടെ കർമ്മനിരതനായി. 2011-ലാണ് നമ്മുടെ ഊട്ടി സെൻറ്റ് ജോസഫ് പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചത്. ഈ നിർമ്മാണ കമ്മിറ്റിയിൽ ഞാൻ ചെയർമാനായിരുന്നു. പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട ജോസ് പെരുന്നാടൻ പിതാവിൻ്റെ സഹായത്താലും ഇടവേല ആൾക്കാരുടെ സഹായത്താലും നമ്മുടെ മാനന്തവാടി ഡയസിൻ്റെ കുറേ പള്ളികളുടെ സഹായത്താലും കൂടിയാണ് നമ്മുടെ ഈ പള്ളി ചെറുതായാലും പണിയാൻ സാധിച്ചത്. ഇന്ന് ഇവിടെ 2012 ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായി. 2012 വെഞ്ചരിക്കുകയും ജോസ് പെരുന്നാടൻ പിതാവ് വന്ന് വെഞ്ചരിക്കുകയും ചെയ്തു. ഈ പള്ളി വന്നതിന് ശേഷം ഊട്ടിയിൽ വരുന്ന സകല ടൂറിസ്റ്റുകൾക്കും പിന്നെ ഇവിടെ കോളേജിൽ പഠിക്കുന്ന കുറേ നമ്മുടെ ക്രിസ്ത്യ കുട്ടികൾക്കും ഈ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും വരാനും പള്ളിയിൽ കുർബാനയിൽ സംബന്ധിക്കാനും എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നമ്മളെ പള്ളി ഇടവകയായിട്ട് ഇവിടെ ഏകദേശം 62 ആൾക്കാരാണ് ഈ ഇടവകയിലുള്ളത്. എങ്കിലും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു 40 പേരെങ്കിലും ഇവിടെയുണ്ട്. മറ്റ് കുറേ ആൾക്കാരെ വീടും നാടൊക്കെ ഉപേക്ഷിച്ച് ഊട്ടിയിൽ സെറ്റിലായ കുറേ ആൾക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരെൻ്റെ മലയാളം മറന്നുപോയി എവിടെ നിന്നാണ് വേരറ്റ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മലയാളം മറന്നു എന്ന് പറഞ്ഞാൽ മലയാളം കുറേശ്ശെ കൈവിട്ടുപോയി. അവരെ സ്വന്തം രാജ്യം എവിടെയാണെന്നുള്ള പോലും അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഒന്നിച്ചു ചേർക്കാനും ഒരു കുടുംബമായിട്ട് നടത്താനും ഇവിടെ സാധിച്ചു. ജോണി മലയിലച്ഛനായിരുന്നു ഈ പള്ളി പണിയാൻ ആരംഭിച്ചത്. പള്ളിപ്പണി ഒരു കൊല്ലം കൊണ്ട് തന്നെ തീർന്ന് പള്ളി വെഞ്ചരിച്ചതിന് ശേഷം അങ്ങനെ പല ഈ നാട്ടിലുള്ള ക്രിസ്തീയ കുടുംബങ്ങൾക്ക് പല സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഒരു കൂട്ടായ്മയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും ഒരു വീട് പോലെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് രൂപതാ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അച്ഛൻ വയനാട്ടിലെ കൊളവയലിലേക്കാണ് വന്നത്. കൊളവയൽ സെയിൻറ്റ് ജോർജ് ചർച്ചിൽ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ അവസാന നാളുകൾ ചെലവഴിച്ചത് ഈ ദേവാലയത്തിലും പരിസരങ്ങളിലുമായിരുന്നു. ആത്മീയ സാമൂഹിക ജീവിതത്തിൽ അച്ഛൻ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യവും ജീവിതവും ഇടകലർന്ന വെറും മിഥ്യാബോധമായിരുന്നില്ല എന്ന് തൻ്റെ ജീവിതം കൊണ്ട് വരച്ച് കാണിച്ചു തരികയായിരുന്നു മണ്ണൂരച്ചൻ.
ജീവിത സായങ്കാലത്ത് കൊളവയലിൻ്റെ അജഗണങ്ങൾക്ക് തെല്ലും ചോരാത്ത ആത്മീയ അഭിനിവേശത്തിൻ്റെ പ്രകാശരശ്മികൾ തൂവുമ്പോൾ കിതപ്പില്ലാത്ത കുതിപ്പ് മാത്രമായിരുന്നു. 2009 കൊളവയൽ പ്രദേശത്തിൻ്റെ ഉയർച്ചയുടെ ഭാഗമാകുകയും ചെയ്ത മണ്ണൂരച്ചൻ അടിസ്ഥാന ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുകയായിരുന്നു. ഒരു പാരിഷ് ഹാൾ പണിത് ഇടവകയുടെ വികസനത്തിന് മുതൽക്കൂട്ടൊരുക്കി. 4 വർഷത്തെ ഇവിടത്തെ സേവനം പൂർത്തിയാക്കി 2013 അച്ഛൻ കർത്താവ് തന്നെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട കഠിനതയാർന്ന ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി യാത്രയ്ക്കൊരുങ്ങി. വിശ്രമത്തിൻ്റെ പടിക്കെട്ടിലേക്ക് ആദ്യ പാദം ഊന്നുമ്പോൾ താൻ വർത്തിച്ച മേഖലകളുടെ ഓർമ്മപ്പെടുത്തലുകൾ, തൻ്റെ കർമ്മമണ്ഡലങ്ങളുടെ തിരിച്ചറിവ്, തൻ്റെ ആത്മീയ പടച്ചട്ടകൾ, ക്രിസ്തുവിനെ പ്രതി താൻ വഹിച്ച സഹനത്തിൻ്റെ നെരിപ്പോടുകൾ എല്ലാം ഓർമ്മത്താളിലെ അടരുകളായി പെറുക്കിയെടുക്കുകയാണ്. തൻ്റെ ഓർമ്മത്തുരത്തിലെ അന്തിച്ചാരുത ചാലിച്ചെഴുതിയ ചിത്രജാലക പഴുതിലൂടെ പോയ കാലത്തിൻ്റെ വേപതുക്കൾ പെറുക്കിയെടുക്കുന്നു. മാതാപിതാക്കൾക്കും സഹോദരഗണങ്ങൾക്കുമപ്പുറം ഓരം തിരഞ്ഞിടറുന്ന കനലുമായി ക്രിസ്തുവിൻ്റെ വഴിത്താരെ തേടിയലഞ്ഞ താൻ വളർന്ന വഴിയിലെ ഗുരുശ്രേഷ്ഠ ഗണത്തിൻ്റെ സ്നേഹലാളനയിൽ വളരുകയായിരുന്നു. നീണ്ട 47 വർഷത്തെ സേവനകാലത്ത് വന്ന വഴിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഫാദർ തോമസ് മണ്ണൂർ ഇന്ന് കൃതാർത്ഥനാണ്. കാറ്റും കോളും തിരമാലയും കൊടുങ്കാറ്റും ഈ ആത്മീയാചാര്യന് തെല്ലും വിഘാതം സൃഷ്ടിച്ചില്ല. സെമിനാരി പഠനം കഴിഞ്ഞ് ചരിത്രത്തിൻ്റെ ഭാഗമായ സമരമുഖത്തേക്ക് കുതിച്ചെത്തിയ ഫാദർ തോമസ് മണ്ണൂർ മാനന്തവാടി രൂപതയുടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ 5 പതിറ്റാണ്ടിൻ്റെ ക്രിയാത്മകമായ സബര പൂർത്തിയാക്കി. പാലായന ജനത്തിനിടമൊരുക്കി ചന്ദനക്കാമ്പാറയിൽ ഷിമോഗ കോളനി എന്ന ഗ്രാമത്തിന് ചുക്കാൻ പിടിച്ച് മുന്നോട്ട് ഗമിച്ചു. കണ്ണൂരിൻ്റെ വിവിധ ഇടവകകളും വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലും മണ്ണൂരച്ചൻ്റെ പാദസ്പർശവും ഇച്ഛാശക്തിയും കൊണ്ട് പരിഘോഷിക്കപ്പെട്ടതാണെന്ന നേർസാക്ഷ്യം മറക്കാൻ സാധ്യമല്ല. ഭൂകമ്പത്തിൻ്റെ കാഠിന്യം കൊണ്ട് ശിഥിലമാക്കപ്പെട്ട ഗുജറാത്തിൻ്റെ മണ്ണിൽ കഷ്ടതയുടെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് ഈ പച്ച മനുഷ്യൻ തൻ്റെ ജീവിതം പകുത്തു നൽകി. ഒരു ദിവസം ഒരു ക്യാമ്പിൽ ഞാൻ കഴിയുകയാണ്. തണുപ്പം ഈ ഭൂകമ്പമുണ്ടായത് 2001 ജനുവരി 26-ാം തീയതിയാണ്. തുടർന്ന് വന്ന ഒരാഴ്ചക്കാലം അതികഠിനമായ തണുപ്പായിരുന്നു. നമുക്കാർക്കും മനസ്സിലാകുകയില്ല അവിടുത്തെ തണുപ്പ്. വിറക്കിയ മാത്രമല്ല, അസ്ഥി പോലും പൊട്ടിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ പത്രങ്ങളെല്ലാം വാരിയിട്ട് കത്തിച്ച് തീ കാഞ്ഞു. അത് 1 മണിക്കൂർ കൊണ്ട് പത്രമൊക്കെ തീർന്നു. പിന്നെ നോക്കിയപ്പോൾ കണ്ടത് ഇതാണ്: ലോറി കണക്കിന് തുണി കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുണ്ട്. അത് സോർട്ട് ചെയ്തിട്ട് പോലുമില്ല, എങ്ങനെ അങ്ങ് മല പോലെ കിടക്കുക. ഞാൻ അത് കുറേ വാരി കൊണ്ടുവന്ന് ഇട്ടു. ഓരോ തുണിക്കഷ്ണം എടുത്താൽ ഞാൻ അടുപ്പിലിടും, അത് കത്തും. തുണിയല്ലേ വേഗം കത്തിപ്പോകുകയല്ലേ. അത് തീരുമ്പം പിന്നെ ഞാൻ പെറുക്കിടും. നേരം വെളുക്കുന്നിടം വരെ ഈ തുണി കത്തിച്ച ഞാൻ തീ കാഞ്ഞു. അങ്ങനെ 1-2 ദിവസം പോയി കഴിഞ്ഞപ്പം മടുത്തു. പിന്നെ രാത്രി കിടക്കാൻ നോക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് കിടക്കണ്ടേ. നമ്മൾ കാണാറുണ്ട് ഈ വൈക്കോൽ തുറവിൻ്റെ കീഴേയും ഒക്കെ പട്ടിക്കുഞ്ഞുങ്ങൾ പോയി കയറി കിടക്കും തണുക്കാതിരിക്കാൻ വേണ്ടി. അതുപോലെ ഞാൻ ഈ തുണിക്കൂനയുടെ കീഴേ രാത്രി കയറി കിടന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കയറി കിടന്നുകൊണ്ടൊന്നും തണുപ്പ് പോവുകയില്ല, ഐസ് പോലെ ഇരിക്കും തുണിയല്ല. അപ്പോൾ അങ്ങനെ തണുപ്പ് വല്ലാതെ ഉപദ്രവിച്ചു. ഊട്ടിയിലെ നനുത്ത ഭൂമിയിൽ വിശ്വാസത്തിൻ്റെ വേരുകൾക്ക് ഊർജം പകർന്ന് പള്ളിക്കായി പ്രവർത്തനം.
വീണ്ടും വയനാട്ടിലേക്ക്. പുൽപ്പള്ളി ത്രിഹൃദയ ദേവാലയം ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വളരെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ത്യാഗപൂർണമായ സംഭാവന നൽകിയ മഹാ വ്യക്തികൾ അല്ലെങ്കിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മഹാവൈദികരുണ്ടായിരുന്നു. അതിലേറ്റവും ആദ്യമായിട്ട് സൂചിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മണ്ണൂരച്ചനെയാണ്. ഒരോട്ടപ്രദക്ഷിണം പൂർത്തിയാക്കുമ്പോഴേക്കും പ്രായം ഈ വൈദികനെ കീഴടക്കിയിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ അത്രമേൽ പ്രാധാന്യമേറിയതാണെന്ന് മണ്ണൂരച്ചൻ മനസ്സിലാക്കുന്നു. ഇന്ന് ഈ ഭവനത്തിൽ വിശ്രമ ജീവിതത്തിലാണ് ഫാദർ തോമസ് മണ്ണൂർ. ഈ പടിക്കെട്ടുകൾ കയറി ജീവിതത്തിൻ്റെ സായങ്കാലത്ത് പോയ കാലത്തിൻ്റെ തിരുശേഷിപ്പുകളിൽ ഓർമ്മത്താളുകൾ മറിക്കുമ്പോൾ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് ഇന്ന് അച്ഛൻ. തൻ്റെ നാൾ വഴികളിലെ പ്രവർത്തന മേഖലകളെ കുത്തിക്കുറിച്ച് ഒരു പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ് ഇന്ന്. ചരിത്രം അന്വേഷിക്കുന്നവർക്ക് ഫാദർ തോമസ് മണ്ണൂരിനെ തിരിച്ചറിയാൻ ഇത് ഉതകുമാറാവട്ടെ. കുടിയേറ്റ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളിൽ ആത്മീയമായ ശുശ്രൂഷകൾക്കായിട്ട് വൈദികരുടെ എണ്ണം തീരെ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ആദ്യകാലത്ത് ഇവിടെ വയനാട്ടിലുണ്ടായിരുന്ന വൈദികരിൽ വളരെ ചുരുക്കം ചിലരിൽ ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ വയനാട്ടിലെ ക്രൈസ്തവ ജനസമൂഹങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത ഒരു വൈദികനാണ് ഫാദർ തോമസ് മണ്ണൂർ. തോമസ് മണ്ണൂർ എന്ന പേരാണെങ്കിലും മണ്ണൂരച്ചൻ എന്ന പേരിൽ പറഞ്ഞാലാണ് ഇപ്പോഴത്തെ ഇന്നത്തെ തലമുറ തന്നെ അറിയപ്പെടുന്നത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം 1982 കാലഘട്ടത്തിൽ മുള്ളംകൊല്ലി വികാരിയായിരുന്ന സമയത്ത് തന്നെ പുൽപ്പള്ളി ജില്ലയിലെ ക്രൈസ്തവ ജനങ്ങൾക്ക് ഒരു പള്ളി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അച്ഛൻ അറിഞ്ഞതിൻ്റെ ഫലമായിട്ട് ആ കാലഘട്ടം മുതലേ അച്ഛൻ പുൽപ്പള്ളിയിൽ ഒരു പള്ളി ഉണ്ടാവണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി പലരുടെയും മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ കൈ നീട്ടി ഒരു യാചകനായിട്ട് പലരുടെയും മുമ്പിൽ കൈ നീട്ടിയതിൻ്റെ ഫലമായിട്ടാണ് പുൽപ്പള്ളിയെ സംബന്ധിച്ച് ഒരു ദേവാലയം എന്ന സ്വപ്നം 1982 പൂവണിയുന്നത്. ആദ്യം ഒരു ചെറിയ ഷെഡിൽ ആരംഭിച്ച ആ ദേവാലയം ഇന്ന് ഉന്നതങ്ങളിലേക്ക് ഉയരുകയും ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയുടെ ഫലമായി ഇന്ന് രൂപതയിലെ തന്നെ ഏറ്റവും നല്ലൊരു ദേവാലയമായിട്ട് തീരുകയും ചെയ്തിട്ടുണ്ട്. ഭൗതികമായും ആത്മീയമായ കാര്യങ്ങളിലും ഈ ദേവാലയത്തിന് വളരെയധികം മുൻഗണനയാണ് ഇപ്പോൾ ഉള്ളത്.